നമ്മളിപ്പോ മൂലൻകുഴി ബീച്ചിലാണ് നിൽക്കുന്നത്. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടോന്ന്. കാരണം ഇവിടേക്ക് വരാനുള്ള സ്പേസ് വണ്ടികൾ കയറില്ല, ചെറിയൊരു ഇടവഴിയാണ്. ഈ ബീച്ച് നല്ല നീറ്റാണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ നീറ്റാണ്. നോക്കും, കൊച്ചി ബീച്ച് നല്ല തന്നെയാണ്, പക്ഷെ അതിലും നല്ല ക്ലിയർ ആയിട്ടാണ്. ഇവിടെ നമുക്ക് സന്ധ്യാസമയത്ത് വൈകുന്നേരം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് സൈലന്റ് ആയിട്ട് കുറച്ച് ഏകാഗമായിട്ട് ഇരിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എന്തായാലും വന്നിരിക്കാം. ഇവിടെ കുറച്ച് കല്ലുകളുണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട്. അത് അങ്ങോട്ടും കുറച്ച് അകലും ബീച്ച് തന്നെയാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 2 ദിവസമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി വെള്ളം കയറി വന്നു. ഇത്രയും കയറാറില്ല, നല്ലോണം സ്പേസ് ഇറങ്ങി തന്നെയാണ് ഇരിക്കാറ്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കൊച്ചി ബീച്ച് കാണാൻ പറ്റും. ഇപ്പൊ നോക്കി കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വൈകുന്നേരങ്ങളിൽ സന്ധ്യ കുറച്ചും കൂടി വൈകി കഴിഞ്ഞാല് കുറച്ച് ആൾക്കാരോടും വരും. ഒക്കെ വരും. സൺഡേ ദിവസങ്ങളിൽ ഇച്ചിരി ആൾക്കാരുണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇത് ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ ഈ ബീച്ച് ഞാൻ പരിചയത്താണ്. നല്ല അടിപൊളി ബീച്ച്. കൊറേ കക്കകൾ കേട്ടോ. ഓരോ തിരമാല വരുമ്പോഴേക്കും കുറെ കുഞ്ഞു കുഞ്ഞു കക്കകൾ ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുമ്പോഴേക്കും അതിങ്ങനെ കൂട്ട് പോകുമ്പോ ആയിരം മണ്ണിന്റെ അടിയിലേക്ക് കുറച്ച് എനിക്ക് കിട്ടി. കാണാൻ പറ്റുണ്ടോ? ആ തിര വന്ന് അങ്ങ് പോകുമ്പോ തന്നെ ഇതിങ്ങനെ മുങ്ങാങ്കുഴി ഇട്ടിട്ട് അങ്ങോട്ട് പോകും. നല്ല രസം. കണ്ടോ കക്ക ഇപ്പൊ കൂടി വരുന്നുണ്ട് കേട്ടോ. അത് മുങ്ങാങ്കുഴിയിട്ട് പോണ കാണാനാ ഏറ്റവും രസം. കുഴിയിലേക്ക് ഇങ്ങനെ കണ്ടയിലൊക്കെ ഇരുന്ന് കുറച്ചു നേരം സ്വപ്നങ്ങൾ കാണേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുക, കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പാറയമോ ഒന്ന് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാം. കൊച്ചി ബീച്ചിന്റെ അറ്റം അതിനകത്ത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കൊച്ചി ബീച്ചിന്റെ അറ്റം കാണാം. അപ്പൊ അതേ വൈകുന്നേരം ഇപ്പൊ കുറച്ച് കുട്ടികള് ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാണാൻ പറ്റും അല്ലേ? കണ്ടോ, കുറച്ച് കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഉണ്ടോ. ഞങ്ങള് അവിടെ നിന്ന് നടന്ന് ഇവിടം വരെ എത്തി. ഇനിയിപ്പൊ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാല് കൊച്ചി ബീച്ചിലേക്ക് എത്തും.
അവിടം വരെ ആയി ഞങ്ങൾ. കണ്ടോ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ആ സൈഡ് കുറച്ച് കാണാൻ പറ്റുമല്ലേ. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇവിടം വരെ ആയി. അങ്ങനെ നമ്മൾ നടന്ന് നടന്നതേ മൂലംകുഴി ബീച്ചിന്റെ അറ്റത്താറായി. ഇവിടെ വരെ എത്തിയപ്പോ ഞാൻ തളർന്നു. ഇതാ ഇപ്പതേ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഫുട്ബോളൊക്കെ അടിക്കണുണ്ടോ.